ദൃശ്യം കാണിച്ചു തന്നാൽ കുറച്ചുകൂടി പ്രേക്ഷകർക്ക് ആ കാര്യങ്ങൾ അഭിലാഷിന് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഒന്ന് യൂട്യൂബിൽ റിപ്പോർട്ടർ TV ഒന്ന് എടുക്കുമോ? ഞാൻ ലൈവ് ഫേസ്ബുക്കിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ അഭിലാഷ്, ഞാൻ ആ മൺതിട്ട കാട്ടിത്തരാം. ഞാൻ കാട്ടിത്തരാം. നമുക്ക് അതിലേക്ക് ഒന്ന് പോകാമെന്ന് തോന്നുന്നു. അഭിലാഷ് ഇപ്പോൾ നോക്കൂ, നമ്മുടെ സ്ക്രീനിൽ നമുക്ക് ക്യാമറയിൽ അതൊന്ന് സൂം ചെയ്ത് അഭിലാഷിന് കാണിച്ചു കൊടുക്കാം. ഈ ഒരു മൺതിട്ട, അതായത് ഈ നദിയുടെ, ഗംഗാവാലി നദിയുടെ നടുവിലായി രൂപപ്പെട്ടിരിക്കുന്ന ഒരു വലിയ മൺതിട്ടയാണ്. അതിന് പുറത്ത് ഈ മലയിൽ നിന്നും ഇടിഞ്ഞു വീണതെന്ന് നമുക്ക് ന്യായമായും സംശയിക്കാവുന്ന വലിയ കല്ലുകളുണ്ട്. ഒപ്പം കടപുഴകി വീണ മരത്തിന്റെ ഭാഗങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അഭിലാഷ് ഉദ്ദേശിച്ചത് ഈ മൺതിട്ട തന്നെയല്ലേ? അത് തന്നെ, ആ മൺതിട്ട തന്നെ. ഇതിനടിയിൽ ആ ബുള്ളറ്റ് വേർപെട്ട് ഒഴുകിപ്പോയ ആ ടാങ്കറിന്റെ ബാക്കി ഭാഗം ഉണ്ടാകാം അല്ലേ? അവിടെ ഉണ്ടാവാനാണ് സാധ്യത. കാരണം ഒരു കാരണവശാലും എഞ്ചിൻ, അതായത് ബുള്ളറ്റ് എഞ്ചിനോട് കൂടി, അതായത് നമ്മുടെ ബോഡിയോട് കൂടി ആ ബുള്ളറ്റ് മറിഞ്ഞു പോകുന്നതെങ്കിൽ അങ്ങനെ ഒരു കാരണവശാലും ആ ബുള്ളറ്റ് ഒഴുകി പോകില്ല. ഓക്കെ, അപ്പോൾ ബുള്ളറ്റിന്റെ ബോഡി നദിയുടെ നടുഭാഗത്തേക്ക് വന്ന് മണ്ണിൽ ഉറച്ചിട്ടുണ്ടാകണം അല്ലേ അഭിലാഷ്? ഉറച്ചിട്ടുണ്ടാവണം, അത് തന്നെയാണ് എന്റെ നിഗമനം. ഈ ഒരു വാഹനം മാത്രമേ ഗംഗാവാലി നദിയിൽ പതിച്ചിട്ടുണ്ടാകുള്ളൂ? കാരണം അവിടെ 3 വാഹനങ്ങളാണ് ഒരേ സമയം ഉണ്ടായിരുന്നത്. അതിൽ നിങ്ങൾ മാറ്റിയിട്ട ബുള്ളറ്റ് ടാങ്കർ എന്ന് പറയുന്നത് മലയോരത്ത് കിടന്നതല്ല, മറിച്ച് ചായക്കടയുടെ സൈഡിൽ കിടന്നതാണ്. അല്ല, ഞങ്ങൾ മാറ്റിയിട്ട ബുള്ളറ്റ് എന്ന് പറയുന്നത് ഈ മണ്ണിടിഞ്ഞ് വീട് ആ സ്പോട്ടിന്റെ സൈഡിൽ കിടന്ന ബുള്ളറ്റാണ്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ ആ ബുള്ളറ്റിന്റെ തൊട്ടിപ്പുറത്ത് വരെ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നോ? ഗംഗാ നദിയിലോട്ട് ചേർന്ന്, ഗംഗാ നദിയിലോട്ട് തന്നെ ആയിട്ടാണ് ആ മണ്ണിടിഞ്ഞ് വീണ് കിടന്നത്. അതായത് നമുക്ക് ഇത്ര ടണ്ണ് മണ്ണെന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ പോയാലും ഞങ്ങളുടെ 2 വണ്ടി പൊക്കത്തിന് മേലെ മണ്ണുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും മണ്ണിടിഞ്ഞത്. മണ്ണിടിഞ്ഞ ആ നമ്മുടെ ടവർ ഉണ്ടല്ലോ, നിങ്ങൾ ആദ്യം കാണിക്കുന്ന ടവർ ഉണ്ടല്ലോ, അതെ, ടവർ ആകാശത്തോട്ട് പറക്കുന്ന രീതിയിലാണ് മണ്ണ് ഇടിഞ്ഞു പോരുന്നത്. ടവർ പറന്നാണ് ആ ഇപ്പുറത്ത്, അതായത് ആകാശത്തോട്ട് പറക്കുകയാണ് ഈ ടവർ ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ മലമുകളിലാണ് ആ ടവർ നിന്നിരുന്നത്. ആ ടവർ നിന്നിരുന്നതിന് ഇപ്പുറത്തേക്കുള്ള ഭാഗമാണ് ആ മണ്ണിടിഞ്ഞ് വീണത്. നമുക്ക് ഇപ്പോൾ അഭിലാഷ് പറഞ്ഞതനുസരിച്ച് ഒരു ബുള്ളറ്റ് ടാങ്കർ നദിയിലേക്ക് വീണിട്ടുണ്ട്. ആ നദിയിൽ വീണ ബുള്ളറ്റ് ടാങ്കറിന്റെ ബുള്ളറ്റ് ഭാഗം, ഇന്ധനം നിറയ്ക്കുന്ന ഭാഗം ഒഴിഞ്ഞുപോയി. ഒഴിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ദൃശ്യം കൂടി കാണാം അഭിലാഷ്. അതിലേക്ക് കൂടി പോകാം. അഭിലാഷിൽ നിന്ന് കുറച്ചും കൂടി നമുക്ക് വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്ന് കരുതുന്നു. അഭിലാഷ്, ഒരു കാര്യം കൂടി, ഞാൻ ആ ദൃശ്യം എടുക്കുന്നതേ ഉള്ളൂ. അഭിലാഷ്, ഈ ഒരു അഭിലാഷിന്റെ വാഹനത്തിൽ ഡാഷ് ക്യാം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ പതിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ദൃശ്യങ്ങൾ? എന്റെ വാഹനത്തിൽ ഡാഷ് ക്യാം ഇല്ല. പുത്തൻ വണ്ടിയാണ്, ഡാഷ് ക്യാം ഇല്ല വാഹനത്തിൽ. ഓക്കെ അഭിലാഷ്, നമ്മളിപ്പോൾ കാണുന്നത് ഈ അപകടമുണ്ടായ സ്ഥലമാണ്. ആ അപകടമുണ്ടായ സ്ഥലത്തെ രക്ഷാപ്രവർത്തനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഗംഗാവാലി നദിയിൽ ആ മണ്ണ് ഇടിഞ്ഞു കിടക്കുന്ന സ്ഥലം അഭിലാഷ് കൃത്യമായി ചൂണ്ടിക്കാണിച്ചു തന്നു. ഇത് ഗംഗാവാലി നദിയിലെ മറ്റൊരു ഭാഗമാണിത്. ഇവിടെ നമുക്കറിയേണ്ട കാര്യം, ഈ മണ്ണ് നടുക്ക് ഇപ്പോൾ, അതായത് നദിയുടെ ഏകദേശം ഒത്ത മധ്യഭാഗത്താണ് ഇപ്പോൾ ഈ മണ്ണ് കൂടിക്കിടക്കുന്നത്. അഭിലാഷ് കാണുന്നുണ്ടല്ലോ അല്ലേ? അവിടെ 3 മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഈ നദിയിലേക്ക് പതിക്കാൻ സാധ്യതയുള്ളത് ഈ ബുള്ളറ്റ് ടാങ്കറും ആ ടാങ്കറിന്റെ ഭാഗവുമാണ്. ബുള്ളറ്റ് ഭാഗം ഒഴുകി പോകുന്നത് അഭിലാഷ് കാണുകയും ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ബാക്കി ഭാഗങ്ങൾ, ഈ നദിയോട് ചേർന്ന് കിടന്ന വണ്ടിയുടെ ബാക്കി ഭാഗങ്ങൾ ഇതിനടിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ചായക്കടയുണ്ടായിരുന്ന ഭാഗത്ത് നിന്നാണോ കൃത്യമായി ഈ ടാങ്കർ ഒഴുകി വരുന്നതായി കണ്ടത്? ചായക്കട ഇരുന്ന ഭാഗത്തുനിന്നാണ് ടാങ്കർ പോയത്. ചായക്കട ഇരുന്ന ഭാഗത്ത് നിർത്തിയിട്ടിരുന്ന ടാങ്കർ ആണ് എന്നുള്ളത് അഭിലാഷ് ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. ദൃക്സാക്ഷിയാണ് അഭിലാഷ്. നിർണായകമായ വെളിപ്പെടുത്തലാണ് അഭിലാഷ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ 3 മൺകൂനകളാണ്. ഇതിന്റെ എതിർഭാഗത്ത് അഭിലാഷ്, നദിയിൽ നിന്ന് വെള്ളം കരയിലേക്ക് കയറുന്നത് അഭിലാഷ് കണ്ടതും ഈ ചായക്കട ഇരുന്ന ഭാഗത്ത് തന്നെയല്ലേ? അല്ല, ചായക്കട ഇരുന്ന ഭാഗത്തല്ല. ഞാൻ പഞ്ചർ ഒട്ടിച്ചു എന്ന് പറഞ്ഞ കടയുണ്ടല്ലോ. അഭിലാഷ്, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അതായത് നദിയുടെ മറുകരയിൽ മണ്ണ് പോയതായുള്ള ഒരു ഭാഗം നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന വീടുകൾ അതൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. അവിടെയുള്ളവരെ ഇപ്പോൾ കാണാതായി എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മണ്ണ് പോയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കൃത്യമായി.
ഇവിടെയും മണ്ണ് പോയതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2 ഭാഗങ്ങളിൽ മണ്ണ് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള 3 വീടുകളും ഒലിച്ചു പോയിട്ടുണ്ട്. അഭിലാഷ്, അപ്പോൾ ഇരുകരകളിലേക്കും ഈ ടാങ്കർ വീണതിന്റെ ഒരു പ്രഹരം, അതുപോലെ തന്നെ ടൺ കണക്കിന് മണ്ണൊലിച്ചെത്തിയതിന്റെ ഒരു പ്രഹരം, ഈ 2 പ്രഹരങ്ങളും കൊടുത്ത ഒരു ആഘാതം ഉണ്ടാകുമല്ലോ. അതിനനുസരിച്ച് മറുകരയിലേക്കും വെള്ളം ഇതുപോലെ തന്നെ കുതിച്ചു കയറാനുള്ള ഒരു സാധ്യതയില്ലേ അഭിലാഷ്? ഉണ്ട്, വളരെ സാധ്യത കൂടുതലാണ്. കാരണം അത്രയ്ക്കും വലിയ ഒരു ആഘാതമാണ് അവിടെ നടന്നത്. കാരണം ആ മല എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഊഹിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള മണ്ണുകളാണ് ആ മലയിൽ നിന്ന് ഇടിഞ്ഞു വീണ് റോട്ടിലോട്ടും ഗംഗയിലോട്ടും പതിച്ചേക്കുന്നത്. നമ്മൾ ഈ നാട്ടിലൊക്കെ ഉരുൾപൊട്ടലിന്റെ വിഷ്വലൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ, അതുപോലെയുള്ള ഒരു ദൃശ്യമായിരുന്നു. ഏകദേശം ഉരുൾപൊട്ടൽ എന്ന് പറയാൻ പറ്റില്ല, ഇതിനെ മണ്ണിടിച്ചില് എന്ന് പറയാൻ പറ്റുള്ളൂ. ഉരുൾപൊട്ടിയിട്ടില്ല അവിടെ. അതായത് പെട്ടെന്ന് ഞാൻ ചോദിക്കാൻ കാരണം, ഉരുൾപൊട്ടി വരുമ്പോൾ വളരെ വേഗത്തിലാണ് ഈ വെള്ളവും എല്ലാം കൂടി മലമുകളിൽ നിന്ന് കുത്തിയൊലിച്ച് വരുന്നത്. അതേ ഒരു വേഗത ഈ മണ്ണ് വരുന്നതിനുണ്ടായിരുന്നു. ഈ മണ്ണ് വരുന്നതിന് അതേ ഒരു വേഗത ഉണ്ടായിരുന്നു. കാരണം ഒരു ചെരിവ് പ്രദേശമാണത്. ചെരിവ് പ്രദേശത്തുനിന്ന് അടിഭാഗത്തുനിന്ന് മണ്ണ് ആദ്യമായി ഇടിഞ്ഞു വീഴുന്നതിനനുസരിച്ച് മേലിൽ നിന്ന് വരുന്ന മണ്ണിന്റെ പവർ കൂടുതലായിരിക്കും. അതിനനുസരിച്ച് മണ്ണ് പോകുന്ന വേഗതയും കൂടുതലായിരിക്കും. അപ്പോൾ അതേ വേഗതയിൽ ഈ മണ്ണ് വന്ന് ഈ നദിയിലേക്ക് പതിച്ചിട്ടുണ്ട്. ഈ നടുക്ക് കിടക്കുന്ന മണ്ണൊക്കെ ടൺ കണക്കിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുറേയൊക്കെ നദിയിലൂടെ ഒഴുകി പോയിട്ടുമുണ്ടാകും. കുറെ ഇതൊക്കെ നദിയിലൂടെ ഒഴുകി പോയിട്ടുണ്ടാകും. പിന്നെ പോയിട്ടില്ല എന്ന് പറയാനുള്ള കാരണം എന്തു വന്നാലും ആ അടിഭാഗം സെൻട്രൽ ഭാഗം നോക്കിയാണ് ഈ മണ്ണിന്റെ ആദ്യ വശം ഇടിയുള്ളൂ. ചെരിവുള്ള പ്രദേശമായതുകൊണ്ട് അടിയും സെൻട്രലും ചേർത്താണ് ആദ്യം ഇടിയുള്ളൂ. അപ്പൊ ആ ഇടിഞ്ഞ് വീണേക്കുന്ന മണ്ണ് അർജുന്റെ വണ്ടിയുടെ മേളിലും ബാക്കി വന്നേക്കുന്ന മണ്ണാണ് ഈ ഒലിച്ചു പോയേക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പുഴയുടെ മറുഭാഗത്ത് കരയിടിഞ്ഞത് നമുക്ക് കാണാം. ഈ 2 പോയിന്റുകളിലും കരയിടിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗങ്ങളിലായിരിക്കാം ആ 3 വീടുകൾ ഉണ്ടായിരുന്നത്. അവിടെയുള്ള ഗൃഹനാഥന്മാരെ കാണാനില്ല, അവരെ കിട്ടിയിട്ടില്ല, വീടൊലിച്ചുപോയി എന്ന പരാതിയുമായി ആളുകൾ വരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അക്കാര്യവും അഭിലാഷ് സ്ഥിരീകരിക്കുകയാണ്. അഭിലാഷ്, ഇനി അറിയേണ്ടത്, നമുക്ക് ഈ ഒരു നദിയിൽ നിന്നുള്ള വെള്ളം ഒലിച്ച് മറുകരയിലേക്ക്, അതായത് അഭിലാഷ് നിന്ന ഭാഗത്തേക്ക് എത്രത്തോളം കയറി? അതായത് 2 പാതയാണല്ലോ, ദേശീയപാതയുടെ 2 ഭാഗങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ അതിൽ എത്ര ഭാഗത്തേക്ക് അത് വന്നിട്ടുണ്ടാകും? അങ്കോളയിൽ നിന്ന് അതായത് നമ്മുടെ ഗോകർണയിൽ നിന്ന് ബെൽഗാമിന് പോകുന്ന വഴിയിലോട്ടാണ് ഈ വെള്ളം വന്ന് കയറിയിരിക്കുന്നത്. അതായത് ആ റോഡിന്റെ പകുതിയോളം വരെ വെള്ളം വന്നായിരുന്നു. അതായത് നമുക്ക് ഇപ്പോൾ ഞാൻ അഭിലാഷ് കാണിച്ചു തരുന്നത് ആ ദേശീയപാതയുടെ ഭാഗത്ത് മണ്ണ് കിടക്കുന്ന ഭാഗമാണ്. അപ്പോൾ വെള്ളം എവിടെ വരെ കയറിയിട്ടുണ്ടാകും? ഈ JCB ഒക്കെ കിടക്കുന്ന ഭാഗം വരെ വെള്ളം വന്നിരുന്നോ? JCB ഒക്കെ കിടക്കുന്ന ആ ഭാഗം, അതായത് ആ ടയർ കട ഞാൻ ചൂണ്ടിക്കാണിച്ചു. എനിക്ക് ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ടയർ കട ഞാൻ പറഞ്ഞ ആ ടയർ കടയും കഴിഞ്ഞ് ഏകദേശം ഒരു 150-200 മീറ്ററോളം വെള്ളം കയറി വന്നായിരുന്നു. അതായത് ആ റോഡിന്റെ സെൻട്രൽ ഭാഗം വരെ വെള്ളം കയറി വന്നു. റോഡിന്റെ മധ്യഭാഗം വരെ, അതായത് ബെൽഗാമിലേക്ക് പോകുന്ന ആ വഴിയിലേക്ക് പൂർണ്ണമായും വെള്ളം കയറി. വെള്ളം കയറി. ഓക്കെ, നമുക്ക് പഴയ ദൃശ്യങ്ങൾ കൂടി കാണിച്ചു തരാം. അഭിലാഷ്, അതുകൂടി ഒന്ന് പറയണം. നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഗംഗാവാലി നദിയാണ്. ഈ ഗംഗാവാലി നദിയിൽ നിന്നുള്ള വെള്ളം ഇരച്ചു കയറി വന്നത് ഈ വഴിയാണ്. ഇവിടെയാണ് നമ്മുടെ ലക്ഷ്മണന്റെ ചായക്കട ഉണ്ടായിരുന്നത്. ആ ചായക്കടയുടെ മുൻവശത്തായി പാർക്ക് ചെയ്തിരുന്ന ബുള്ളറ്റ് ടാങ്കറാണ് ഈ നദിയിലേക്ക് പതിച്ചത്. അതിൻ്റെ ബുള്ളറ്റാണ് ഒഴുകി നീങ്ങുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ടാങ്കറാണ് ആ ഒഴുകി നീങ്ങിയ ടാങ്കർ. അതിലെ ഡ്രൈവറുടെ മൃതദേഹം അടക്കം കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്, അന്ന് തന്നെ കിട്ടിയതാണ്. അഭിലാഷ്, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ അപകടം നടന്ന സ്ഥലമാണ്. ആ അപകടം നടന്ന സ്ഥലം ഇവിടെ ഈ പഞ്ചർകട എന്ന് പറയുന്നത് ഏകദേശം ഏത് ഭാഗത്തായിരിക്കും? സ്ക്രീനിൽ ഇപ്പോൾ അഭിലാഷിന് കാണാമെന്ന് പഞ്ചർകട എന്ന് പറയുന്നത് അതിന്റെ പുറകുവശത്തായിട്ട് വരും. അതായത് ബെൽഗാമിൽ നിന്ന് നമ്മൾ ഗോകർണയ്ക്ക് വരുന്ന വഴിയിൽ ഏകദേശം അതായത് ആ ചായക്കട കഴിഞ്ഞ് ഒരു 150 മീറ്റർ മാക്സിമം ഒരു ടയർ കട ഉണ്ടായിരുന്നു. അവിടെ ഒരു കരിക്ക് കച്ചവടം നടത്തുന്ന ഒരു കരിക്കച്ചവടം നടത്തുന്ന ഒരു കടയും കൂടെ ഉണ്ടായിരുന്നു അവിടെ. അതായത് നമ്മുടെ അവിടെ ആ വലതുഭാഗത്ത്, അതായത് വലതുഭാഗത്ത് ഒരു ടവർ ഉണ്ടല്ലോ, അത് മലമുകളിലല്ല, അല്ലാതെ മറുഭാഗത്തും ഒരു ടവർ ഉണ്ടല്ലോ. ആ ടവറൊക്കെ കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരണോ? റോഡ് സൈഡിലേക്ക് മുന്നിലേക്ക് വരണം. അപ്പോൾ നമുക്ക് ഡാറ്റ ടീം നമുക്ക് കുറച്ചുകൂടി മുന്നിലേക്ക് വരാം. കുറച്ചുകൂടി മുന്നിലേക്ക് വരുമ്പോൾ ഈ അപകടമുണ്ടായ സൈറ്റിൽ നിന്ന് ഒരു 150 മീറ്റർ കഴിഞ്ഞിട്ടാണ് പഞ്ചറുകട. ലക്ഷ്മണന്റെ ചായക്കട ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 150 മീറ്ററെങ്കിലും ദൂരം കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ഈ പറയുന്ന ഇതും കഴിഞ്ഞിട്ട്, അതായത് ഈ വെള്ളം കയറി വന്നത്. ഈ പഞ്ചറുകടയുടെ ഭാഗത്തേക്കൊക്കെ വെള്ളം കയറി വന്നിരുന്നോ? പഞ്ചറുകടയുടെ ഭാഗത്തോട്ടൊക്കെ വെള്ളം കയറി വന്നിരുന്നു. ആ വെള്ളം കയറി വരുന്നത് കണ്ട് പേടിച്ചിട്ടാണ് ആ ഭായിമാര് പെട്ടെന്ന് തന്നെ കട എടുത്ത് അവന്മാര് പോവുകയായിരുന്നു.
ഓക്കെ. അതായത് അതിന് തൊട്ടടുത്ത് വരെ ഈ ഗംഗാവാലിയിലെ വെള്ളം കയറി വന്നു. പക്ഷേ മണ്ണിടിഞ്ഞ് വീണത് ഒരു 150 മീറ്റർ ഇപ്പുറം വരെ മാത്രമാണ്. അതെ അതെ. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വഴി, അത് അഭിലാഷ് വന്ന വഴി, അഭിലാഷ് വണ്ടി നിർത്തിയിട്ട് വഴി, ഇപ്പോൾ അത് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മരമാണ്. ഇതാണ് കാണുന്ന കട. ആ മരത്തിന്റെ മറുഭാഗത്തുള്ള കട, പഞ്ചർ കട. അത് തന്നെ. ഇതാണ് ആ കാണുന്ന കട. ആ കാണുന്ന കടയുടെ സൈഡിൽ കൂടെയാണ് വെള്ളം കയറി വന്നത്. ഓക്കെ. അവിടെ കാണുന്ന ആ ഒരു അവിടെ വരെ വെള്ളം കയറി. നമുക്കതൊന്ന് സൂം ചെയ്യാമെന്ന് തോന്നുന്നു. അവിടെ കാണുന്ന അതാണ് പഞ്ചർ കട. ഇതല്ലേ കട? അത് തന്നെ. അതിന്റെ അകത്ത് പഞ്ചർ. ഇതിപ്പോ ഒരു ചായക്കടയാണ്. അതിന്റെ തൊട്ടിപ്പുറയായിട്ട് ഒരു ഓല കെട്ടിയേക്കുന്നത് കണ്ടില്ലേ? അവിടെയാണ് പഞ്ചർ കട. അതെ, ഒരു ആർച്ച് പോലെയൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. അവിടെയാണ് പഞ്ചർ കട. അതാണ്. നമുക്ക് അതിലേക്കൊന്ന് സൂം ചെയ്യാം. ആ കാണുന്ന പഞ്ചർ കടയിൽ അതിന്റെ മുൻഭാഗത്ത് അവിടെയാണ് അപ്പോൾ വണ്ടി ഇട്ടിരുന്നത് അല്ലേ അഭിലാഷ്? ഞാൻ വണ്ടി ഇട്ടിരുന്നത് അവിടെയാണ് അഭിലാഷ് വണ്ടി ഇട്ടിരുന്നത്. അതിന് തൊട്ടിപ്പുറത്ത് വരെ ഈ വെള്ളം കയറി വന്നു. അതിന് തൊട്ടിപ്പുറത്തുള്ളത് ലക്ഷ്മണന്റെ കടയാണോ? അതിന്റെ തൊട്ടിപ്പുറത്തുള്ളത് ലക്ഷ്മണന്റെ കടയല്ല, അത് വേറൊരാളുടെ കടയാണ്. ആളുടെ പേര് എനിക്കറിയത്തില്ല. അവിടെ മുമ്പോട്ട് പോകണം. ആ കടയ്ക്ക് ടയർ കടയ്ക്ക് അധികം സംഭവിച്ചിട്ടില്ല. കാണുന്ന ചായക്കടയുടെ സൈഡിൽ കൂടെയാണ് ഈ വെള്ളം കയറി വന്നത്. ആ ചായക്കടയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അതിന് ഒരു 150 മീറ്റർ മാറി കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ലക്ഷ്മണന്റെ ചായക്കട. അതായത് നമ്മൾ ആ വഴിയെ കുറച്ചുകൂടി മുന്നോട്ട് പോകണം. ഇപ്പോൾ കാണുന്ന കാണുന്ന പോസ്റ്റും മരത്തിന്റെ പകുതിയോളം വെള്ളം കയറി വന്നിരുന്നു. മരത്തിന്റെ പകുതിയോളം വെള്ളം കയറി വന്നിരുന്നു. അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ ഭാഗം, ഇതുവഴിയാണ് ഗംഗാവാലി നദി ഇങ്ങോട്ടേക്ക് കയറിയതും ഈ റോഡിലൊക്കെ വെള്ളം നിറഞ്ഞതും. ഇത് ആ പാതയുടെ അങ്ങോട്ടേക്കുള്ള റീച്ചാണ്. അവിടെയൊക്കെ ഇപ്പോൾ മണ്ണ് കിടക്കുകയാണ്. ഇപ്പുറത്തുള്ള ഭാഗത്ത് മണ്ണ് പൂർണ്ണമായും വീണ് കിടക്കുകയാണ്. അപ്പോൾ പാത, അതിനുശേഷം ഇവിടെ വരുന്ന ഡിവൈഡർ, ഇത്രയും ഭാഗത്ത് വെള്ളം കയറി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ആ വെള്ളം കയറി വന്ന ഭാഗം നമ്മളൊരു പോയിന്ററായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സ്ക്രീനിന്റെ ഇപ്പുറത്തെ ഭാഗത്ത് കാണാമെന്ന് കരുതുന്നു. പഞ്ചർ ഒട്ടിക്കുന്ന കട, അതിനിപ്പുറത്ത് വേറൊരു ചെറിയ ചായക്കടയുണ്ട്. ആ ചായക്കടയുടെയും തൊട്ടിപ്പുറത്ത്, അതായത് തലനാരിഴയ്ക്കാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് അല്ലേ അഭിലാഷ്? അതെ. തലനാരി. കാരണം ആ ഭായിയുടെ വിളി എന്ന് പറയുന്നത് എന്തോ, എനിക്കൊരു 9 മാസം പ്രായമുള്ളൊരു പെൺകുഞ്ഞുണ്ട്. അപ്പൊ കുഞ്ഞിനെ കാണാനോ അതിന്റെ വിളി കേൾക്കാനോ വേണ്ടിയിട്ട് ദൈവം വിളിപ്പിച്ച ഒരു വിളി പോലെയാണ് ആ 2 ഭായിമാരുടെ വിളി ഞങ്ങൾ കാണുന്നത്. അല്ലായിരുന്നെങ്കിൽ നിങ്ങളും ആ അപകടത്തിൽ പെട്ടേനെ അല്ലേ? അതെ. നമുക്ക് ഇനിയിപ്പോൾ അർജുൻ അപകടത്തിൽപ്പെട്ട ഇടം, ഈ പറയുന്ന ചായക്കടയുണ്ടല്ലോ, ഈ പഞ്ചർ കടയുടെ തൊട്ടിപ്പുറത്തുള്ള ചായക്കട, അതിലേക്കൊക്കെ വെള്ളം കയറിയിരുന്നോ? അതോ അതിന്റെ തൊട്ടിപ്പുറത്തു കൂടി ഒഴുകി പോവുകയായിരുന്നോ? അതിന്റെ തൊട്ടിപ്പുറത്ത് കൂടി ഒഴുകി കയറി വരികയായിരുന്നു. റോഡിലേക്ക് വന്നു അല്ലേ? പൂർണ്ണമായും റോഡിലോട്ട് വന്നു. ആ വെള്ളം വരുന്നത് കണ്ട് ആ 2 കടക്കാരും തൽക്ഷണം തന്നെ അടച്ചവർ പോവുകയാണ് ചെയ്തത്. ഈ ലക്ഷ്മണന്റെ ചായക്കട നമ്മളിപ്പോൾ കാണുന്ന ഒരു മരത്തിന്റെ ചുവട്ടിലായിട്ടാണ് നേരത്തെ പലരും പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു മരച്ചുവട്ടിലാണോ ലക്ഷ്മണന്റെ ചായക്കടയും? നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് അങ്ങനെ ഒരു മരച്ചുവട്ടിലാണ് ലക്ഷ്മണന്റെ ചായക്കട ഉള്ളത്. അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായ ടാങ്കർ കിടക്കുന്നതിന്റെ നേരെ എതിർവശത്ത്, നമ്മൾ വലതുഭാഗത്ത്, അതെ, ഈ ടാങ്കറിന്റെ ഭാഗത്തായുള്ള നടുക്ക് ഇടഭാഗത്തായിട്ടാണ് ഈ ചായക്കടയുള്ളത്. അപ്പോൾ ലക്ഷ്മണൻ പറയുന്നത് 2 മരങ്ങൾ, അതിനിടയിൽ ഒരു ചെറിയ ചായക്കട. ഈ ഡ്രൈവർമാരെ നിത്യം അവിടെ നിർത്തി ചായ കുടിക്കാനനുസരിച്ച് കുറെ ഡ്രൈവർമാർ ആ റൂട്ടിൽ ഓടുന്നതാണ്. അപ്പൊ ഈ നിർത്തി അവിടെ ചായ കുടിക്കുകയും ഒപ്പം തന്നെ ഞങ്ങൾക്ക് കുളിക്കാനും എല്ലാം സൗകര്യമുള്ളൊരു ചായക്കടയാണത്. അതായത് അവരുടെ വീടും കൂടിയുണ്ട്. ഇപ്പോൾ കാണുന്നതാണോ എന്ന് നോക്കാമോ? അത് തന്നെ. അതായത് മരച്ചുവട്ടിലുള്ള ഒരു ചായക്കടയാണ്. അത് തന്നെ. മരച്ചുവട്ടിലുള്ള ചായക്കടയാണ്. അപ്പോൾ 2 മരങ്ങൾക്കിടയിലുള്ള ഒരു ചായക്കട, അതിൽ ഒരു മരമാണ് ഇവിടെ ഈ കടപുഴകി കിടക്കുന്നത് എന്ന് നമുക്ക് ന്യായമായും സംശയിക്കാം. കാരണം ഗംഗാവാലി നദി കരകവിഞ്ഞ് കയറിയിരിക്കുന്നത് ഇവിടേക്കാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അഭിലാഷിനോട് സംസാരിച്ചതിൽ നിന്ന് ഉറപ്പിക്കാൻ കഴിയുന്നത് ബുള്ളറ്റ് ടാങ്കർ ഒഴുകിപ്പോയത്, ഒപ്പം ലക്ഷ്മണന്റെ ചായക്കട ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയാണ് ആ ചായക്കട ഉണ്ടായിരുന്നത്. അത് പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുന്നു. അതിന് ഇപ്പുറത്തുണ്ടായിരുന്ന, ഇവിടെ നിർത്തിയിട്ടിരുന്ന ബുള്ളറ്റ് ടാങ്കറാണ് നദിയിലേക്ക് പതിച്ചതും ആ ടാങ്കർ ഒഴുകി പോകുന്നതാണ് അഭിലാഷ് കണ്ടതും.